അത് ഇന്നലെ വൈകുന്നേരമാണ് ആദ്യമായിട്ട് വടകരയിലെത്തിയത് ഫിസിക്കലി. പക്ഷെ വെർച്വലി ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ പ്രചരണം വളരെ ശക്തമായി മണിക്കൂറുകൾ കൊണ്ട് തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ള സൂചനകൾ വന്ന് തുടങ്ങിയ സമയം തൊട്ട് തന്നെ വടകരയിൽ ആരംഭിച്ചിരുന്നു എന്നുള്ളത് പിന്നെ നവമാധ്യമങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഇന്നലെ കൺവെൻഷൻ കഴിഞ്ഞു, പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കണ്ടു. ഇന്ന് ഇവിടെ TPയുടെ മുന്നിൽ നിന്ന് ഔപചാരികമായി അല്ലെങ്കിൽ പ്രചരണം പിന്നെ തുടങ്ങുകയാണ്. പിന്നെ ബഹുമാനനായ മുല്ലപ്പള്ളി സാറേയും ഇന്ന് കണ്ട്, അതുപോലെ പിന്നെ KP, പിന്നെ PKK തുടങ്ങിയ നേതാക്കന്മാരെല്ലാം കണ്ട് അവരുടെയൊക്കെ അനുഗ്രഹം മേടിച്ച് പ്രവർത്തനത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് വൈകുന്നേരം പാലക്കാട് സ്ഥാനാർത്ഥിയുടെ പാർലമെൻറ്റ് കൺവെൻഷൻ ഉണ്ട്, VK ശ്രീകണ്ഠൻ്റെ, അവിടെ ഒന്ന് പോകേണ്ടതുണ്ട്. എന്തായാലും വടകരയിലെ ജനങ്ങൾ ഇന്നലെ നൽകിയ ഊഷ്മളമായ വരവേൽപ്പും ഉജ്ജ്വലമായ സ്വീകരണവും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ഏറ്റവും വലിയ പ്രചോദനവും കരുത്തുമാണ്. ജയിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തോടെ ചുവടുകൾ വെക്കാൻ വടകര ഹൃദയം കൊണ്ട് നൽകിയ സ്വീകരണം കൊണ്ട് സാധ്യമായിട്ടുണ്ട്. ഞാൻ അവിടുന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം എത്രയാണോ അതിൻ്റെ ഇരട്ടിയിലാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഞാൻ വന്ന് നിൽക്കുന്നത്. തന്നെയാണ് നിങ്ങളുടെ പ്രധാന പ്രചാരണ വിഷയം, കാരണം ഹൈക്കോടതി വിധി എത്തിയിട്ട് അധികം നാളായിട്ടില്ല. അല്ല, അത് CPM ചോദിക്കുന്നത് കണ്ടു, ഇത്ര വർഷമായില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടു. അത് വർഷം കഴിഞ്ഞിട്ടും അത് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത് അവരുടെ മനോഭാവത്തിലൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. TPയെ കൊല്ലാനിട്ട ഉത്തരവും TPയെ കൊല്ലാൻ ഉപയോഗിച്ച ഗുണ്ടകളും TPയെ കൊല്ലാൻ ഉപയോഗിച്ച ആശയങ്ങളും ആയുധങ്ങളും ഒക്കെ അവരതിങ്ങനെ പിന്നെ കാലാകാലങ്ങളിൽ അത് എടുത്തുകൊണ്ടിരിക്കുക, പിന്നെയും ആ കൊന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക, അതിൻ്റെ അവരുടെ പ്രതികൾ ഒത്തുവിട്ടുള്ള ആഘോഷങ്ങളുടെ ഭാഗമാവുക, ജയിലിൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതിൻ്റെ ശേഷവും സമാനമായ ഇൻസിഡൻസ് പലയിടങ്ങളിലും നടക്കാമെന്ന് പറയുമ്പം ഇതൊരു ഐഡിയോളജിക്കൽ ഫൈറ്റാണ്. കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ആശയപരമായൊരു പോരാട്ടമാണ്. കൊലപാതക രാഷ്ട്രീയം എന്ന് നിൽക്കുന്നു അന്ന് അതിനെ സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ നിൽക്കും. അത് നിൽക്കണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇത് TPയുടെ മണ്ണാണ്, അതാർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു വസ്തുതയാണ്. TPയെ കൊന്നാൽ അതല്ലാതാവും എന്ന് പ്രതീക്ഷിച്ചവർക്ക് തെറ്റി എന്നുള്ളതാണ്. ഇങ്ങോട്ട് കയറി വരുമ്പോൾ പിന്നെ എഴുതി വെച്ചിരിക്കുന്നത് പോലെ വിത്ത് പോലെ മറഞ്ഞിരിക്കുന്നത് വീണ്ടും പൊന്തി വരാൻ തന്നെയാണ്, അത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രാജ്യത്ത് വർഗീയ ഫാസിസം പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ കോൺഗ്രസിനെ ഉറ്റുനോക്കുന്നൊരു തെരഞ്ഞെടുപ്പാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. അതിനൊത്ത് ഉയരുക എന്നുള്ളത്, ഓരോ സീറ്റും ഈ രാജ്യവ്യാപകമായി എവിടെയാണെങ്കിലും, എത്ര ചെറിയ സംസ്ഥാനത്താണെങ്കിലും എത്ര വലിയ സംസ്ഥാനത്താണെങ്കിലും, തെക്കേ ഇന്ത്യയിലാണെങ്കിലും വടക്കേ ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യയുടെ ഹൃദയഭൂവാണെങ്കിലും ഒക്കെ ഓരോ സീറ്റും നിർണായകമാണ്. അപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിലും പരമാവധി സീറ്റ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പിന്നെ ലീഗും RMP ഒക്കെ, ലീഗിൻ്റെ പിന്തുണയോടെ RMP ഉൾപ്പെടെ വടകരയിൽ നിന്നൊരു സീറ്റ് ഇവിടുന്ന് ജയിച്ചു വരുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ഡൽഹിയിൽ തന്നെയാണ്. ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കേരള ഭരണം അട്ടിമറിക്കാനുള്ളതല്ല, പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് ഡൽഹിയിൽ തന്നെ. സീറ്റ് ഇവിടെ തന്നെ കൂടേണ്ട ആവശ്യം നമുക്കെല്ലാവർക്കും അറിയാം. മൂന്നാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഭരണകൂടങ്ങൾ ജനങ്ങളെ പിന്നെ ഒരു തരത്തിൽ വേട്ടയാടുകയാണ്. ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാത്ത, ജീവിതം ദുസ്സഹമാക്കുന്ന ആറ്റിറ്റ്യൂഡാണ് ഭരണകൂടങ്ങളുടേത്. കേന്ദ്രം ഭരിക്കുന്നവർക്ക് വർഗീയതയും വിഭാഗീയതയും അല്ലാതെ അവർക്ക് ഈ പിന്നെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരവും ഇടപെടലുകളും ഇല്ല. ഇപ്പോൾ ഒരൊറ്റ എക്സാമ്പിൾ, ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ ആക്ഷേപിച്ചവർ അതിനെ കോൺഗ്രസിൻ്റെ പരാജയത്തിൻ്റെ ഒരു സ്തൂപമായി കൊണ്ടു നടക്കുന്നൊക്കെ പറയും. അതല്ലാതെ ജനങ്ങൾക്ക് നേരിട്ട് ഗുണമുള്ള എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് അവർക്ക് ഇതുവരെ കൊണ്ടുനടക്കാനുണ്ടോ? എണ്ണയുടെ വില ഓർമ്മയുള്ളവർ, ഗ്യാസിൻ്റെ വില ഓർമ്മയുള്ളവർ, അവർക്കൊക്കെ ഇനി ഇവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? സംസ്ഥാനത്താണെങ്കിലോ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ പെൻഷൻ കൊടുക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് വടകര. ക്ഷേമ പെൻഷൻ്റെ ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ അപേക്ഷകരുള്ളൊരു സ്ഥലമാണ്. പെൻഷൻ കിട്ടാത്ത എത്ര അമ്മമാരാണ് ഇവിടെ ഉള്ളത്? 10,000-കണക്കിന് ആളുകൾ പെൻഷൻ കിട്ടാതെ വലയുക, ശമ്പളമില്ല, പെൻഷനില്ല. സിദ്ധാർത്ഥനെ പോലുള്ള ആളുകൾ ക്രൂരമായി കൊല ചെയ്യപ്പെടുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ തന്നെ വാർത്തകൾ വന്നല്ലോ, കൊയിലാണ്ടി SM കോളേജിലെ അമൽ എന്ന് പറയുന്ന ഒരു ASF വിദ്യാർത്ഥിയെ, ജോയിൻറ്റ് കൗൺസിൽ അംഗമായ CPI നേതാവായ ഒരാളുടെ മകനെ ക്യാമ്പസിൽ വെച്ച് ക്രൂരമായിട്ട് അടിച്ചത്. ഇപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും തിരുവനന്തപുരത്ത് കിടന്ന വാർത്ത എന്താ? ഞാൻ പറയുന്നത്, ഇടതുപക്ഷം എന്നുള്ള ഒരു ഐഡിയോളജി പ്രകാരം CPMനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് പോലും ഈ ഭരണകൂടം കാണിക്കുന്ന ചെയ്തികളോട് യോജിപ്പില്ല. ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കോൺഗ്രസ് വോട്ടുകൾ, UDF വോട്ടുകൾ, RMP വോട്ടുകൾ, നിഷ്പക്ഷ വോട്ടുകൾ മാത്രമല്ല, ഞങ്ങൾക്ക് CPM വോട്ടുകൾ വരെ ഞങ്ങൾക്ക് കിട്ടാനായിട്ട് പോകണം. കാരണം അവർക്ക് പോലും കനത്ത പ്രതിഷേധം ഈ സംവിധാനമായിട്ടുണ്ട്.
അപ്പോൾ ഇത് ഒരു ജനകീയ ആവശ്യമായി. ഇവിടെ അവർക്ക് കൊടുക്കുന്ന ഒരു വോട്ടും പെൻഷൻ കൊടുക്കാത്ത, ശമ്പളം കൊടുക്കാത്ത, സിദ്ധാർത്ഥിനെ കൊല്ലാനൊക്കെ നേതൃത്വം നൽകുന്ന സംവിധാനങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന അത്തരം ഏർപ്പാടുകൾക്കുള്ള പിന്തുണയായി ഇവിടെ പിന്നെ ഇടതുപക്ഷത്തിന് കൊടുക്കുന്ന വോട്ട് അവരെ ഇടതുപക്ഷം എന്ന് വിളിക്കാൻ കഴിയില്ല. പിന്നെ അവർക്ക് കൊടുക്കുന്ന വോട്ട് മാറിപ്പോകുന്നുള്ള ആശങ്ക ജനങ്ങൾക്കുണ്ട്.